കുഞ്ഞാവേ, മോളെ കുഞ്ഞാവേ, കുഞ്ഞാവേ, നിന്റെ അമ്മയോട് ഈ അപകടത്തിന്റെ കാര്യം പറയാന്ന് വെച്ചാ അതിനുള്ള ശക്തി എനിക്കില്ല. നീയെങ്കിലും ഒന്ന് പറ മോളെ, പറ കുഞ്ഞാവേ, അപകടാന്ന് പറ. അതെനിക്ക് അറിയാം അച്ചാച്ച, പറയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഗണപതിയുടെ വിഗ്രഹം അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന അമ്മയ്ക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഗണപതിയുടെ വിഗ്രഹം എവിടെയാ? ദേവാ, മോനെ ദേവാ, വൈദേഹിയെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോടാ. ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അടുത്ത് ചെന്ന് എല്ലാത്തിനും ഒന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോടാ. അവിടെ ചെല്ലുകയാണെങ്കിൽ കുഞ്ഞാവയ്ക്കുള്ള സത്യം പറയാനും പറ്റും. അയ്യോ, ഞാൻ പറയുന്നത് ഇവർക്കാർക്കും കേൾക്കുന്നുമില്ല. എന്റെ വിഘ്നേശ്വര, നീ ഇതൊന്നും കാണുന്നില്ലേ? നിന്റെ വിഗ്രഹം എവിടെയാ ഉള്ളതെന്ന് അറിഞ്ഞാ എന്തെങ്കിലും ഒന്ന് ചെയ്യായിരുന്നല്ലോ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോ നീ വേണം ഞങ്ങളെ രക്ഷിക്കാൻ. നീ അവരുടെ അടുത്തുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞാവയ്ക്ക് അവളുടെ അമ്മയോട് സംസാരിക്കാൻ പറ്റൂ. വൈദേഹി ഈ വഴിക്ക് തന്നെയായിരിക്കും വരിക. ഒരു വിഘ്നങ്ങളും ഉണ്ടാകാതെ നീ വേണം കാത്തു രക്ഷിക്കാൻ. വൈദേഹി, എന്താ പറ്റിയേ? എന്ത് പറ്റാനാ ദേവേട്ടാ? ഒന്നുമില്ല. ഇന്നലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് വൈദേഹി, നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. എന്തിനെയോ നീ പേടിച്ചോണ്ടിരിക്കുക. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞാവ് ഇന്നലെ രാത്രി തന്നെ പറയില്ലായിരുന്നോ? അവളൊന്നും പറഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരു ആപത്തും ഇല്ലെന്നല്ലേ അർത്ഥം? ആപത്തുണ്ട് ദേവേട്ടാ, പറഞ്ഞിരുന്നു. പക്ഷെ അറിയാമെങ്കിലും അപകടത്തിലേക്കാണ് നടന്നെടുക്കുന്നതെന്ന് ഞാൻ ദേവേട്ടനോട് എങ്ങനെ പറയും? മോനെ ദേവ, ആരൊക്കെയോ സ്വഭാവം മാറ്റുമെന്ന് വിചാരിച്ച് എന്റെ മരുമോൾ അഗ്നിക്ക് ഇരയാകാൻ പോവുക. അവളെ ആ വിഘ്നേശ്വരന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകൂ ദേവ. വിഘ്നങ്ങൾ ഇല്ലാണ്ടാക്കുന്ന വിഘ്നേശ്വരനാണ് നീ. ഇത്രയും നാളത്തെ പ്രയത്നത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും ഉണ്ടാകാതിരിക്കാൻ നീ വേണം ഞങ്ങളെ സഹായിക്കാൻ. എന്റെ പ്രതികാരം തീർക്കാൻ കിട്ടിയ ഈ അവസരം ഒരു വിഘ്നവും ഇല്ലാണ്ട് നിറവേറ്റി തരണേ. എടി പരമദ്രോഹി, എന്തൊരു സ്ത്രീയാ നീ! ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുക്കാൻ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ അവസാനം അടുത്തുനിന്ന് ഉറപ്പായിരിക്കുക. എന്റെ വിഘ്നേശ്വര, നിനക്കൊരു പുഷ്പവൃഷ്ടി നടത്തി 100 നാളികേരം ഉടച്ചേക്കാമേ. നീ എന്തൊക്കെ ചെയ്താലും ദൈവം നിനക്ക് കൂട്ടു നിൽക്കില്ല. അയ്യോ സുഹാസിനി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? സുഹാസിനി, മതി, നിർത്തടി. സുഹാസിനി, പറയുന്നേക്ക്. അങ്ങനെ ചെയ്യാതിരിക്കേ ഭഗവാനെ. സുഹാസിനി, ഞങ്ങളെ ഭഗവാനെ, ഭഗവാനെ. അയ്യോ, പൂക്കൾ കണ്ട ആ വിഗ്രഹം മുഴുവൻ അവള് മൂടിക്കളഞ്ഞല്ലോ. വിഗ്രഹം പുറത്ത് കണ്ടില്ലെങ്കിൽ കുഞ്ഞാവയ്ക്ക് അവളുടെ അമ്മയോട് സംസാരിക്കാനും പറ്റില്ല. എടി പരമദ്രോഹി, അവൾക്കാകെ കിട്ടിയ അവസരം നീ പാഴാക്കി കളഞ്ഞല്ലോ. എന്റെ ഭഗവാനെ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? സുഹാസിനി, സുഹാസിനി, സുഹാസിനി! എന്റെ വിഘ്നേശ്വര, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? വിഘ്നേശ്വരന്റെ വിഗ്രഹം പൂക്കൾ കൊണ്ട് മൂടിയിരിക്കുക. ഇനി എന്താ ചെയ്യാ? എന്റെ ദൈവമേ! വൈദേഹി, സമയായി. 10 മിനിറ്റ് അല്ലേ പറഞ്ഞേ? വാ പോ. പോവാൻ ദേവേട്ടാ, എനിക്കും അങ്ങോട്ടേക്ക് പോണം. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ഒരിക്കലും മാറാത്തവരുടെ മാറ്റം. രണ്ടിലൊന്നിന്ന് നടക്കണം. അയ്യോ, വൈദേഹി ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോയത്? എന്റെ ഭഗവാനെ, ഞാൻ അവരെ രക്ഷിക്കുന്നുള്ള വിശ്വാസത്തിലാ എന്റെ കുടുംബത്തിലെല്ലാവരും ഇത്രയും ധൈര്യമായിട്ടിരിക്കുന്നേ. ഞാൻ ആ എള്ളുണ്ട കഴിച്ചതോടുകൂടി എന്ത് ആപത്ത് വന്നാലും ഞാനുണ്ടെന്ന് വിശ്വസിച്ച വൈദേഹി ഇന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയത്. പക്ഷേ ഇതിനെ തടയാനുള്ള ശക്തി എനിക്കില്ല എന്ന് വൈദേഹിക്കറിയില്ല. വിഘ്നേശ്വര, ഒരു വഴി കാണിച്ചതാ. എന്റെ കുടുംബത്തെ രക്ഷിക്കേ. അയ്യോ, അവര് പോവാ. മോനെ ദേവാ, ഞാൻ പറയുന്ന കേക്കടാ. മോളെ വൈദേഹി, ഞാൻ പറയുന്ന കേക്ക്. എടാ ദേവാ, ഞാൻ പറയുന്ന കേക്ക്. ദേവാ, ദേവാ, ഞാൻ പറയുന്ന കേക്ക്. മോളെ വൈദേഹി.
വിളിച്ചോണ്ട് വാടാ ദേവ. കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്ന പോലെയല്ലേ നീ അവളെ പിടിച്ചോണ്ട് വരുന്നേ. പക്ഷെ നിനക്കറിയില്ലല്ലോ ചീതയില് കിടത്താനാണ് വിളിച്ചോണ്ട് വരുന്നേന്ന്. പെട്ടെന്ന് കൊണ്ടുവാ. സാരി ഗംഭീരായിരിക്കുന്നല്ലോ വൈദേഹി. അമ്മ വീട്ടുകാര് കൊണ്ടുവന്ന സാരിയല്ലേ, അതിന്റെ സന്തോഷായിരിക്കും മുഖത്ത്. മൊത്തത്തിൽ ആള് സുന്ദരിയായിരിക്കുന്നു. ഞാൻ എന്തൊക്കെയോ കരുതി. ഈ വീടിനും നമ്മുടെ അന്തസ്സിനും ഒത്ത രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട് നിന്റെ അമ്മ വീട്ടുകാര്. കൊണ്ടുവരുന്ന സാധനങ്ങളിലല്ല ചെറിയമ്മേ, അവര് കാണിക്കുന്ന ആത്മാർത്ഥതയും സ്നേഹവുമാണ് അന്തസ് കാണിക്കുന്നത്. മനസ്സിലാക്കിയ കൊള്ളാം. അക്കാര്യത്തിൽ ദേവസ്ഥാനത്തെ ജനകരാജവർമ്മ ഒരു കുറവ് ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതൊക്കെ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നീ ചടങ്ങ് തുടങ്ങാൻ നോക്ക്. അതവിടെ നിക്കട്ടെ. ഇനി എന്താ സുഹാസിനി? ഒരു മിനിറ്റ് ചേച്ചി. എടോ ഫോട്ടോഗ്രാഫറെ, അവിടെ എന്തെടുക്ക? ഇങ്ങോട്ട് വാടോ. പറയൂ മാഡം. ഞാൻ എന്താ തന്നോട് പറഞ്ഞേ? ഓരോ കാര്യം ഫോട്ടോ എടുക്കണമെന്നല്ലേ. പിന്നെ അങ്ങോട്ട് മാറി നിൽക്കുന്നത് എന്തിനാ? ഫംഗ്ഷൻ ഇനിയും തുടങ്ങിയിട്ടില്ലല്ലോ മാഡം. ഇനി എന്ത് തുടങ്ങാനാ? മുഖത്ത് മഞ്ഞളും ചന്ദനവും തേച്ച ശേഷം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്ക. ഇപ്പൊ ഒരു 4 ഫോട്ടോ എടുത്തേ. വൈദേഹിയുടെ 4 ഫോട്ടോ ഇപ്പൊ തന്നെ എടുക്കണം. ഫ്ലാഷ് ഓൺ ചെയ്യാൻ മറക്കണ്ട. അവിടെ പുറകെ നിൽക്കുന്നവരെയൊക്കെ വൃത്തിയായിട്ട് കാണണം. ഇതെന്താ താൻ ഫ്ലാഷ് യൂസ് ചെയ്യാത്തെ? നോക്കട്ടെ മാഡം. ഫ്ലാഷ് ഓൺ ചെയ്തെങ്കിലല്ലേ ലൈറ്റിംഗ് നന്നായിട്ടുണ്ടാവൂ. ഫ്ലാഷ് ഓൺ ചെയ്തിട്ട് വീണ്ടും എടുക്ക. ഇത്രേ ഉള്ളോ? ഇതിലും കൂടുതൽ വരില്ലേ? ഫ്ലാഷ് ഇല്ലാതെ ഇരുട്ടത്തെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? തന്റെ ക്യാമറ വല്ലതിന് കൊള്ളാമോടോ? നേരത്തെ പറഞ്ഞിരുന്നല്ലേ ഫ്ലാഷ് ഉള്ള ക്യാമറ വേണമെന്ന്. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മാഡം. മാഡത്തിന്റെ ഫോട്ടോ എടുത്തപ്പോഴും നന്നായിരുന്നില്ലേ. ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. പെട്ടെന്ന് നോക്ക്. എങ്ങനെയെങ്കിലും ഫ്ലാഷ് ശരിയാക്കണം. സുഹാസിനി, കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? എന്റെ എന്തുവമ്മേ, ചെറിയമ്മ ഇതും പറഞ്ഞ് പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് കുറെയായി. ചെറിയമ്മയ്ക്കിപ്പോ ഫംഗ്ഷനേക്കാൾ കൂടുതൽ ഫ്ലാഷിന്റെ കാര്യത്തിലാണ് പ്രശ്നം. ഒരു ഫ്ലാഷ് ഇല്ലെന്ന് വെച്ചിപ്പോ എന്താ? അതില്ലാണ്ടെടുക്കാനും ഫോട്ടോഗ്രാഫർക്ക് അറിയാം. നീ നിന്റെ പണി ചെയ്യുമോനെ. ഇനി വൈകിക്കണ്ട, ചടങ്ങ് തുടങ്ങിക്കോ. അതെ, ഫ്ലാഷ് ഉണ്ടെങ്കിലല്ലേ ഈ ലൈറ്റൊക്കെ നന്നായിട്ട് കാണൂ. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ നടക്കുന്ന ചടങ്ങല്ലേ. ഫോട്ടോഗ്രാഫറെ, ഇപ്പോഴെങ്ങനെ റെഡിയാവോ? ബാറ്ററിയിൽ എന്തോ പ്രശ്നമാണ് മാഡം. ഞാൻ എന്താന്ന് നോക്കി മാറ്റിയിട്ട് വരാം. ചെല്ല്, പെട്ടെന്ന് ചെന്ന് മാറ്റിട്ട് വാ. പെട്ടെന്ന് വേണം. ഇതാ വരാം. ആർക്കറിയാം, ഫോട്ടോയുടെയും ഫ്ലാഷിന്റെയും കാര്യത്തിൽ എന്താണാവോ ഇത്ര താല്പര്യം. അത് റെഡിയാവുമ്പോഴേക്കും ഇവിടെ മുഹൂർത്തം കഴിഞ്ഞെന്നിരിക്കും. ചടങ്ങുകളൊക്കെ തുടങ്ങിക്കോളൂ. ഛേ, എന്റെ പ്ലാൻ മൊത്തം താറുമാറായല്ലോ. ഇവനൊക്കെ എവിടെന്ന് വന്നെന്നോ? എല്ലാരും ഒന്ന് നിക്ക. വൈദേഹി, എന്താ പറ്റിയേ? ആദ്യം എനിക്ക് സിന്ദൂരവും മഞ്ഞളും തരേണ്ടത്. ഇവരിൽ ആരുമല്ല ഊർമിളയെടുത്തി. ഞങ്ങളാരും വേണ്ടെന്നോ? പിന്നെന്തിനാ ഞങ്ങളെ വിളിച്ചു വരുത്തിയേ? ദേവി, ഇതാരും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരുടെയും അനുഗ്രഹം എനിക്കും എന്റെ കുഞ്ഞിനും വേണം. പക്ഷേ പിന്നെന്താ വൈദേഹി, എന്താ നിന്റെ മനസ്സില്? അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സിന്ദൂരവും മഞ്ഞളും വിഷമാണെന്നുള്ള രീതിയിലാണല്ലോ നിന്റെ വർത്താനം വൈദേഹി. ഞാൻ സിന്ദൂരവും മഞ്ഞളും ഒന്നും വേണ്ടെന്നൊന്നും പറഞ്ഞില്ല അച്ഛമ്മേ.
ആദ്യമായിട്ട് എന്റെ മുഖത്തത് തേച്ച് തരേണ്ടത് ഇവരല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവരല്ലെങ്കിൽ പിന്നെ അത് ആരാണാവോ? സൗഭാഗ്യവതികളെല്ലാം വിളിച്ചു വരുത്തി അപമാനിക്കുന്നോ? എനിക്ക് ആരെയും അപമാനിക്കാൻ ഉദ്ദേശമില്ല അച്ഛമ്മേ. എല്ലാവരുടെയും ആശീർവാദങ്ങൾ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിനു മുന്നേ എനിക്കൊരാഗ്രഹമുണ്ട്. മറ്റെല്ലാവരെക്കാളും ആദ്യം അച്ഛമ്മയുടെ കൈകൊണ്ട് ആ മഞ്ഞളും സിന്ദൂരവും എനിക്ക് തേച്ചു തരണം അച്ഛമ്മേ. എന്താ, ഞാൻ തൊട്ടു തരണോന്നോ? അതെ അച്ഛമ്മേ, എല്ലാവരെക്കാളും ആദ്യം അച്ഛമ്മയാണത് ചെയ്യേണ്ടത്. എനിക്ക് സിന്ദൂരം ചേർത്തിത്താ. മോളെ വൈദേഹി, നമുക്ക് സ്നേഹവും ബഹുമാനം ഉണ്ടെന്ന് കരുതി എല്ലാവർക്കും അത് പറ്റില്ല. ഇതിന് ചില ആചാരങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. മന്ധരെ അതൊന്നും തൊടാൻ പോലും പാടില്ലല്ലോ. പിന്നെങ്ങനെയാ നിനക്ക് തൊട്ടു തരിക? ഇതൊക്കെ പരമ്പരാഗതമായ ആചാരങ്ങളല്ലേ? ഇന്ദുമ്മേ, ഞാനിവിടെ ആചാരങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. എന്റെ കുഞ്ഞിന്റെ സുരക്ഷയെക്കുറിച്ചേ ചിന്തിക്കുന്നുള്ളൂ. അതിനെനിക്ക് എന്റെ അച്ഛമ്മയുടെ അനുഗ്രഹം വേണം. വൈദേഹി, അച്ഛമ്മ എന്നെ ആത്മാർത്ഥമായി അനുഗ്രഹിച്ച അത് എനിക്കും എന്റെ കുഞ്ഞിനും കവചമായിരിക്കും. ആചാരങ്ങളുടെ പേരിൽ ഇതാരും തടസ്സപ്പെടുത്തരുത്. അച്ഛമ്മ വന്നേ. എന്നാ ചെല്ലു മന്ദിരാമേ, കൊച്ചുമോൾ അത്ര ആഗ്രഹിച്ച് വിളിക്കല്ലേ. ചെന്ന് സിന്ദൂരം തൊട്ടു കൊടുക്ക്. ചന്ദ്രിക എന്തിനാ ഇപ്പൊ വിളിക്കുന്നേ? കാര്യങ്ങൾ എവിടം വരെ എത്തിയെന്ന് അറിയാനായിരിക്കും. വൈദേഹി, മുതിർന്നവരുടെ ആശീർവാദം എപ്പോഴും ഉണ്ടാവും. പക്ഷെ ചിലതൊന്നും ചെയ്യാൻ പാടില്ല. എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയൊന്നുമില്ല. എല്ലാത്തിലും പ്രധാനം മനസ്സാണ്. അതാണ് മംഗളവും. അച്ഛമ്മേ, ആദ്യം എനിക്ക് അച്ഛമ്മ മഞ്ഞൾ തേച്ചു തരണം. അല്ലെങ്കിൽ ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കില്ല. എന്തായിരിക്കും അമ്മയുടെ പരിപാടി? എങ്ങനെ ഞാനത് തടസ്സപ്പെടുത്തും? കാര്യം എന്താണെന്ന് എന്നോട് പോലും പറയുന്നില്ലല്ലോ. ഒരു വഴിയുമില്ലേ? ഭഗവാനെ, ഈ വീടിനെ തകർക്കാൻ ആഗ്രഹിച്ചിരുന്നപ്പോ പുല്ലുപോലെ ഓടിച്ചാടി നടന്നിരുന്ന മനുഷ്യനാ ഇന്ന് ഇവരെ ആ ആപത്തിൽ നിന്ന് രക്ഷിച്ച് പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോ അനങ്ങാൻ പറ്റാതെ നിസ്സഹായനാക്കി ഇരുത്തി കളഞ്ഞല്ലോ. എനിക്കൊരു വഴി കാണിച്ചതാ ദൈവമേ. ഹലോ സുഹാസിനി, എവിടം വരെ എത്തി? അവള് കത്തിക്കരിയേണ്ട സമയം കഴിഞ്ഞല്ലോ. എന്നിട്ട് ഒരനക്കവും കാണുന്നില്ല. ഞാൻ ഇവിടെ വാതുക്ക തന്നെയുണ്ട്. എന്താ കരച്ചിലും നിലവിളിയൊന്നും ഇല്ലാത്ത? ഇനി എത്ര നേരം പിടിക്കും സുഹാസിനി? അവിടെ നീ പ്രതീക്ഷിക്കുന്ന പോലെ ഞാനിവിടെ കാത്തിരിക്കുക. പക്ഷെ ഇതുവരെ ഒന്നും അങ്ങോട്ട് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താ സുഹാസിനി, സാരി അവള് ഉടുത്തില്ലേ? ഉടുത്തോണ്ട് വന്ന് കസേര കയറിയങ്ങിയിരുന്നു. പിന്നെന്തിനാ താമസിപ്പിക്കുന്നേ? ഒരു ഫോട്ടോ എടുത്താ മതി. ഫ്ലാഷ് അടിച്ചതും തീ കത്തിക്കൊള്ളും. ഫോട്ടോയൊക്കെ എടുത്തു, പക്ഷെ ഫ്ലാഷ് വർക്ക് ചെയ്യുന്നില്ല ചന്ദ്രികെ. അത് പറയുന്നത് ഇപ്പോഴാണോ? അയാള് വന്നതും ഫ്ലാഷ് വർക്ക് ചെയ്യുന്നോന്നല്ലേ നീ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ചന്ദ്രികെ, നിനക്കറിയാലോ, ഞാനത് ചെക്ക് ചെയ്തതാ. അപ്പോ ഫ്ലാഷിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വൈദേഹി കയറി വന്നപ്പോ ഒരു ഫോട്ടോ എടുപ്പിച്ചു. അവള് കത്തിക്കരിയൊന്ന് പ്രതീക്ഷിച്ചപ്പോ ഒരു കുന്തവും നടന്നില്ല. അയാള് വൈദേഹിയുടെ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഫ്ലാഷ് കത്താണ്ടായി. ഛേ, അവസാന നിമിഷം എല്ലാം പൊളിഞ്ഞല്ലോ. എന്നാലും പ്ലാൻ ബി ഇപ്പോഴും റെഡിയാണ് സുഹാസിനി. നീ ചെല്ല്. അവിടെ വിളക്ക് എത്തുന്നുണ്ടാവുമല്ലോ, ഇല്ലെങ്കിൽ കർപ്പൂരെങ്കിലും കാണും. ഏതെങ്കിലും ഒന്ന് കയ്യിലെടുക്ക്. എന്നിട്ട് അത് കത്തിച്ച് ആ സാരിയിലോട്ട് എറിഞ്ഞു കൊടുക്ക്. ഫോട്ടോയുടെ ഫ്ലാഷിനേക്കാളും പെട്ടെന്ന് കത്തിക്കരിഞ്ഞോളും. എന്നാ ഞാനൊന്ന് നോക്കട്ടെ, എന്തെങ്കിലും ഒന്ന് ഒപ്പിക്കാം. ഫ്ലാഷ് റെഡിയായാൽ അങ്ങനെ വീണ്ടും ഒന്നും കൂടി ഫോട്ടോ എടുക്കാൻ നോക്കാം. അല്ലെങ്കിൽ
വിളക്കോ കർപ്പൂരോ എന്തെങ്കിലും ഒന്ന് കത്തിച്ച് ഞാൻ തന്നെ സാരിയുടെ അടുത്ത് വയ്ക്കാം. അപ്പോ വൈദേഹിയെ സാരിയോടെ കത്തിക്കാനാണല്ലേ? അരുത്, എന്തെങ്കിലും ചെയ്യണം, അവളെ രക്ഷപ്പെടുത്തണം. വസുമതി, 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 ഇവിടെ ദേവ, ഊർമിളെ, അയ്യോ ഊർമിളെ, അയ്യോ ഇതെന്താ ആരെയും കാണാത്ത? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? പാവം, ഇവരുടെ ചതിക്കിരയായി കത്തിച്ചാമ്പലാവാൻ പോവാണല്ലോ. അവളെ എങ്ങനെ രക്ഷിക്കും? എന്താ മോളെ ഇത്? എന്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നിന്റെ തീരുമാനം നിനക്ക് നിന്റെ കുഞ്ഞിന് നല്ലതിനല്ല. ഇത്രയും പേരും പറഞ്ഞിട്ടും നീ എന്താ മനസ്സിലാക്കാത്തേ? വേണമെങ്കിൽ നീ അച്ഛമ്മയോട് തന്നെ ചോദിക്കേ. മന്ദര പറഞ്ഞോട്. എനിക്കും അതിൽ താല്പര്യമില്ല വൈദേഹി. ആ അർഹതയുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഞാൻ തന്നെ മുമ്പിൽ നിന്ന് നടത്തില്ലായിരുന്നോ? എന്തിനിങ്ങനെ മാറി നിൽക്കണം? പറയുന്നത് മനസ്സിലാക്കുമോളെ. വൈദേഹി, നീ ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. മുതിർന്നവര് പറയുന്ന അനുസരിക്ക്. വൈദേഹി ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. പറയൂ വൈദേഹി. അമ്മയുടെയും ഇന്ദുഅമ്മയുടെയും വാക്കിന് എതിര് പറയാത്ത വൈദേഹി ഇന്ന് എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്ന? എന്താ അതിന്റെ കാരണം? ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് വൈദേഹി. അതെന്താണെന്ന് നിനക്കറിയാം. നീ നിന്റെ അച്ഛമ്മയോട് തന്നെ സിന്ദൂരവും മഞ്ഞളും തേച്ചു തരാൻ വാശി പിടിക്കുന്നെങ്കിൽ അതിലെന്തോ കാരണമുണ്ട്. അല്ലെങ്കിൽ നീ ഇങ്ങനൊന്നുമല്ല. എനിക്കറിഞ്ഞൂടെ നിന്നെ? വൈദേഹിച്ചി എന്തുകൊണ്ടാ പറയാത്തെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായ അതിന് കാരണം ഉറപ്പായും വരുണേട്ടന്റെ അമ്മയായിരിക്കും. അമ്മേ, എന്താ എന്താ നിനക്ക് പറയാനുള്ളേ? ആ എന്നെ നീ സംശയിക്കുന്നോ? വായില് പല്ല് കാണില്ല, പറഞ്ഞേക്കാം. കേറി പോടി അങ്ങോട്ട്. അമ്മയ്ക്ക് അറിയാവുന്ന എല്ലാം അമ്മയുടെ മോനും അറിയായിരിക്കും. അവിടെ പിടിച്ചോണം. നീ എന്നോട് പറ വൈദേഹി. അച്ഛമ്മേ, എല്ലാം കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇത്രയും പേര് ഈ മംഗളകർമ്മം നടത്താൻ വേണ്ടി കാത്തിരിക്കാം. പക്ഷെ അച്ഛമ്മയുടെ കൈകൊണ്ട് തന്നെ ഇത് തുടങ്ങി വെക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ ആദ്യത്തെ ആശീർവാദം അച്ഛമ്മയുടേതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മറ്റുള്ളവര് പറയുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അച്ഛമ്മ എനിക്ക് പൊട്ടു തൊട്ടതാ. അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞളും സിന്ദൂരവും എന്റെ കവിളത്ത് തേച്ച് എന്നെ ആശീർവദിക്ക്. സന്തോഷത്തോടെ ഞാൻ ഈ ചടങ്ങ് പൂർത്തിയാക്കട്ടെ. എന്തിനാത്? എന്ത് കാര്യത്തിനാ നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ നിനക്ക് താല്പര്യമില്ലേ? എന്റെ പേരും പറഞ്ഞോണ്ട് ഇത് മുടക്കാനാണോ നിന്റെ പ്ലാൻ? വിധവയായി എനിക്കിതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാ. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യിച്ച് നടക്കാൻ പാടില്ലാത്തത് വല്ലതും നടന്നാൽ അതിന് ഞാനാണ് കാരണമെന്ന് വരുത്തി തീർക്കാനല്ലേ? നിന്റെ ബുദ്ധി എനിക്കറിയാടി. എന്തിനാ ഞാൻ വാശി പിടിക്കുന്നതെന്ന് അച്ഛമ്മയ്ക്ക് നന്നായിട്ടറിയാം. അച്ഛമ്മ തന്നെ ഇത് തുടങ്ങി വെക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇതിൽ മാറ്റമില്ല. ഈ ഫോട്ടോഗ്രാഫറുടെ കാര്യം, ആ ഫ്ലാഷ് എങ്ങനെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു ഫോട്ടോയിൽ തീരേണ്ട പ്രശ്നോ. അവനിനി എപ്പോഴാണാവോ ഇങ്ങോട്ട് വരുന്നേ? വർണ്ണേട്ടാ, വർണ്ണേട്ടാ, നീ വന്നോ വസു? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുക, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? അതൊക്കെ അവിടെ നിക്കട്ടെ. ആദ്യം ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം പറ. അമ്മ എന്തൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ട്, എന്താ അത്? അത് പറയാനല്ല ഞാൻ നിന്നെ കുറെ നേരിട്ട് വിളിക്കുന്നേ. നീ സമയം കളയാതെ ചെന്ന് വൈദേഹി ഉടുത്തിരിക്കുന്ന സാരി എത്രയും പെട്ടെന്ന് മാറ്റാൻ പറ. എന്താ അമ്മ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്? സാരി മാറ്റിയിട്ട് എന്ത് കാര്യം? അയ്യോ, എങ്ങനെയാ ഞാൻ പറയണ്ടേ? അതൊരു സാധാരണ സാരി അല്ല. ആ സാരി കത്തിച്ച് വൈദേഹിയും കത്തിച്ച് ചാമ്പലാക്കാനുള്ള പ്ലാനാ.
സാരിയിലേക്ക് ക്യാമറയുടെ ഒരു ഫ്ലാഷ് വീണാ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റ് വീണാ അപ്പൊ അത് കത്താൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഉടനെ ചെന്നാ സാരി മാറ്റിക്കോളാൻ ചേച്ചിയോട് പറയട്ടെ. നീ ചെല്ല്. മന്ധരെ, എന്തൊക്കെ സംഭവിച്ചാലും ഈ ചടങ്ങ് പൂർത്തിയാകണം. വൈദേഹി ഇങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ പിന്നെ വേറെ വഴിയില്ല. അവളുടെ വിധി പോലെ നടക്കട്ടെ. മന്ധര തന്നെ സിന്ദൂരം ചാർത്തി കൊടുക്കാൻ നോക്ക്. ചേച്ചി ഒന്ന് മാറിക്കേ, മന്ത്രമേ ഒന്ന് മാറിക്കേ.